ഞായറാഴ്ച തോറുമുള്ള നമ്മുടെ ധ്യാന വിരുന്നിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുവാൻ സാധിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇതിൽ നിരന്തരം താല്പര്യത്തോടെ പങ്കെടുക്കുന്ന ഏവരോടുമുള്ള എൻ്റെ വാത്സല്യം ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. ഇന്ന് എല്ലാവരുടെയും മനസ്സിൽ സ്ഥിതി ചെയ്യുന്ന, പലരും അല്പം ആശങ്കയോടും ഭീതിയോടും പരിഗണിക്കുന്ന ഒരു വിഷയത്തെ സുവിശേഷങ്ങളുടെ വെളിച്ചത്തിൽ അല്പം ഒന്ന് വിശദീകരിച്ച്, ഒരു വേദപുസ്തക പഠനം പോലെ, സെർമൺ എന്ന നിലയിലല്ല, പഠനം പോലെ നമുക്ക് പങ്കിടാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധാപൂർവം സഹിഷ്ണുതയോടെ ഇതിൽ പങ്കെടുക്കും എന്ന പ്രത്യാശ എനിക്കുണ്ട്. അത് ഞാൻ സന്തോഷിക്കുകയും ചെയ്യുന്നു. അനേക ആളുകൾ ഈ അടുത്ത കാലത്ത്, പ്രത്യേകിച്ച് പ്രായമായവർ, എന്നെപ്പോലെ പ്രായമായവർ, ഞങ്ങൾ നിത്യജീവൻ പ്രാപിക്കുമോ, മരണം ഏതാണ്ട് അടുത്തു വരുന്നു, നാളിതുവരെ വലിയ പ്രയാസമൊന്നുമില്ലാതൊക്കെ ജീവിച്ചു, തരക്കേടില്ലാതെ ജീവിച്ചു, എന്നാൽ ഇനിയും വരാൻ പോകുന്ന എന്താണ്, ഞാൻ നിത്യജീവനിൽ പ്രവേശിക്കുമോ, അങ്ങനെ വിശ്വസിക്കാൻ വല്ല അടിസ്ഥാനവുമുണ്ടോ എന്ന് പലരും എന്നോട് ഒന്നല്ല, രണ്ടല്ല, അഞ്ചല്ല, പത്തല്ല, നിരന്തരം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് മുൻപ് ഒരിക്കൽ പരിഗണിച്ച ഈ വിഷയം ഒരിക്കൽ കൂടെ പുതിയ ചിന്തകളുമായി നിങ്ങളോടൊപ്പം പങ്കിടുന്നത് പ്രയോജനം ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് ഈ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്തത്. ഇതിന് ആസ്പദമാക്കി 3 വേദപുസ്തക വാക്യങ്ങൾ ഞാൻ ഉദ്ധരിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ 11-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം. 3 വാക്യങ്ങൾ. ഞാൻ ആ 3 വാക്യങ്ങൾ ഒന്ന് ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി മാത്രം ഒന്ന് നിങ്ങളുമായി പങ്കിടാൻ പോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗമാണ്. 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം. ആദ്യ ഭാഗത്ത് പറയുന്നത് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. എന്നിട്ടാണ് യേശു പറയുന്നത്, അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും അത്രേ ഞാൻ വന്നത്. ഐ ഹാവ് കം ദാറ്റ് ദേ മേ ഹാവ് ലൈഫ് ആൻഡ് ലൈഫ് ഇൻ ഓൾ ഇറ്റ്സ് ഫുൾനെസ്. വളരെ ശ്രദ്ധേയമാണ്, വളരെ 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 ശ്രദ്ധേയമാണ്. ഇത് ഒരു 10 ദിവസം തുടരെ പ്രതിപാദിച്ചാലും ധ്യാനിച്ചാലും ഇതിൻ്റെ അർത്ഥം അവസാനിക്കുകയില്ല. അത്രമാത്രം ആശയഗാംഭീര്യമുള്ള ഒരു പ്രസ്താവനയാണ്. യേശുവിൻ്റെ എല്ലാ പ്രസ്താവനകളും അങ്ങനെയാണ്, പ്രത്യേകിച്ച് ഈ ഭാഗം. രണ്ടാമത് മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം ഇപ്രകാരമാണ്. യേശു അവനോട് എന്നിവിടെ പറയുന്നത് ധനികനായ യുവാവിനോട്, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും എന്ന് പറഞ്ഞു. എന്നാൽ സ്വർഗത്തിൽ അവൻ യേശുവിനെ സമീപിക്കുന്നത്, ഞാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്ത് ചെയ്യണം എന്ന് അന്വേഷിച്ചിട്ടാണ് വരുന്നത്. ആരും എന്നോട് അത് അന്വേഷിച്ചിട്ടില്ല. ഞങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുമോ ഇല്ലയോ, അങ്ങനെ നിത്യജീവൻ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ ഞങ്ങൾക്ക് വല്ല ആധാരവുമുണ്ടോ, അടിസ്ഥാനവുമുണ്ടോ എന്ന് മാത്രമേ എന്നോട് ചോദിച്ചിട്ടുള്ളൂ. ഞങ്ങൾ എന്ത് ചെയ്യണം എന്നാരും ചോദിച്ചിട്ടില്ല. അതിൻ്റെ ആധാരം എന്താണ് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇതാണ്. ഇനിയും 3-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യമാണ്. യേശു അവളോട്, അതായത് മാർത്തയോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ യേശു ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന വിധത്തെ മാത്രം അല്പം സിസ്റ്റമാറ്റിക്കായിട്ട്
നിങ്ങളുമായി ഒത്ത് ചിന്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ നേരെ നിത്യജീവനിലേക്ക് ചാടാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും ഒന്നും പഠിക്കാതെ PhDക്ക് ചേരണം എന്ന വിധത്തിൽ താല്പര്യപ്പെട്ടിരിക്കുന്നു. അത് വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഭ്രാന്താണെന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷേ ആത്മീയ ഗോളത്തിൽ എന്തുമാകാമെന്നതുകൊണ്ട് ജീവനിൽ താല്പര്യമില്ല, സമൃദ്ധമായ ജീവനിലും താല്പര്യമില്ല, പക്ഷേ നിത്യജീവനിൽ താല്പര്യമുണ്ട്. അതിന് ഹല്ലേലൂയ, ബാറയ്ക്ക് മോറോൻ എന്നൊരവസ്ഥയിൽ നാം നിൽക്കുകയാണ്. ഇതിൽ സ്ഥിതി ചെയ്യുന്ന അപഹാസ്യത ദയവായി തിരിച്ചറിയണം എന്നേവരോടും സവിനയെ ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോൾ യേശു ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത് 3 ഘട്ടമായിട്ടാണ്. അത് വളരെ മനോഹരമാണ്. യേശുവിൻ്റെ ചിന്തകൾ ഞാൻ പരിഗണിക്കുന്തോറും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതോറും അതിൻ്റെ മാഹാത്മ്യം എന്നെ കൂടുതൽ കൂടുതൽ അത്ഭുതപ്പെടുത്തുകയാണ്. 3 ഘട്ടത്തിലാണ് യേശു ഈ ആശയത്തെ പരിഗണിക്കുന്നത്. ഒന്ന്, ആദ്യത്തെ ഘട്ടം ജീവൻ, രണ്ടാമത്തെ ഘട്ടം സമൃദ്ധമായ ജീവൻ, മൂന്നാമതാണ് നിത്യജീവൻ. നമ്മളങ്ങനെയല്ല, ഒരൊറ്റ ചാട്ടമാണ്. മാക്രിയെ പോലെ ഒരൊറ്റ നേരെ ചാടി നിത്യജീവനിൽ പ്രവേശിക്കണം. ജീവനിൽ താല്പര്യമില്ല, സമൃദ്ധമായ ജീവനിലും താല്പര്യമില്ല. കാരണം ജീവനും സമൃദ്ധമായ ജീവനും ഈ ലോകത്തിലാണ്. അതിൻ്റേതായ മാനദണ്ഡം അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് മനസ്സില്ല. അത് ചില പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ പുരോഹിതന്മാർ കാട്ടിത്തരുന്ന കുറുക്കു വഴിയിൽ കൂടെ നേരെ നിത്യജീവനിൽ പ്രവേശിക്കാം എന്ന ഒരു താല്പര്യത്തിലാണ് പല സഭകളോട് ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നത് എന്നും കൂടെ ഈ സമയത്ത് ഞാൻ സൂചിപ്പിക്കട്ടെ. അതുകൊണ്ട് ഈ ഒരു ചോദ്യം, നിത്യജീവനിൽ പ്രവേശിക്കാൻ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ യേശു പറഞ്ഞു, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ, അപ്പം ജീവനുണ്ടെങ്കിൽ മാത്രമേ സമൃദ്ധമായ ജീവൻ ഉണ്ടാകുകയുള്ളൂ എന്നത് ദയവായി മനസ്സിലാക്കുക. ജീവനില്ലാത്തവർക്ക് എങ്ങനെയാണ് സമൃദ്ധമായ ജീവൻ ഉണ്ടാകുന്നത്? ജീവനുമില്ല, സമൃദ്ധമായ ജീവനും ഈ ലോകത്തിൽ അനുഭവിക്കാത്ത ആളുകൾ എങ്ങനെയാണ് അവിടെ ചെന്നാൽ, മരണാനന്തരം അവിടെ ചെന്നാൽ, യോർദാനക്കര കടന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കും എന്ന് ഏത് അടിസ്ഥാനത്തിലാണ് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതെന്ന് ദയവായി ചിന്തിക്കുക. ഇത് സംബന്ധമായ ആവശ്യമായ അറിവുകളെല്ലാം യേശു നൽകിയിട്ടുണ്ടെങ്കിലും അവയെ മുഴുവനും മാറ്റിവെച്ചിട്ട് ചില ആളുകൾ നമ്മെ പറഞ്ഞ് ധരിപ്പിച്ചു വച്ചിരിക്കുന്ന ശുദ്ധ മൊണ്ണത്തരം, അതിൽ ജീവൻ മുഴുവൻ വ്യർത്ഥമാക്കി രാത്രിയാകാറാകുമ്പോൾ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ അയ്യോ എനിക്ക് നിത്യജീവൻ കിട്ടുമോ, ഞാൻ മരിച്ചാൽ എവിടെ തീരും എന്ന് ഭീതി കൊണ്ടിട്ട് വല്ല പ്രയോജനമുണ്ടോ? നമുക്ക് ഈ കാര്യം ഒന്ന് പരിഗണിക്കാൻ ശ്രമിക്കാം. യേശു പറയുന്നത്, നിത്യജീവനിലേക്കുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. ഞാനാണ് ആ നിത്യജീവനിലേക്കുള്ള വഴി. ആ വഴിയിൽ കൂടെ നിങ്ങൾ സഞ്ചരിക്കുന്ന ആദ്യത്തെ പടിയാണ് ജീവൻ എന്നുള്ളത്. ജീവൻ. ഇപ്പം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ജീവിക്കണം. കാരണം എന്താണ്? ലോകത്തിൽ മനുഷ്യൻ മരണത്തിൻ്റെ അവസ്ഥയിലാണ്. ശ്വസിക്കുമ്പോഴും മരണത്തിലാണ്. ജീവിക്കുന്ന ശവങ്ങളാണ് നാം. അതിൽ നിന്ന് ജീവിക്കുന്ന ദേഹി ആത്മാക്കളായി വളരുവാൻ നമുക്ക് ആവശ്യമുണ്ട്. അതിനുള്ള മാർഗം എന്താണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇത് നാം തിരിച്ചറിയണം. എന്താണ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം? നമ്മൾ ശ്വസിക്കുന്നത് കൊണ്ട് ജീവനുണ്ട് എന്ന് ശാസ്ത്രീയമായിട്ട് നമുക്കൊരു പക്ഷേ നിഗമിക്കാമെങ്കിലും ആത്മീകമായി അങ്ങനെ ഒന്ന് ബോധ്യപ്പെടാൻ സാധ്യമല്ല. നാം ശ്വസിക്കുന്നത് കൊണ്ടോ, നമ്മുടെ ചങ്കിടിക്കുന്നത് കൊണ്ടോ, നമ്മുടെ ആമാശയം പ്രവർത്തിക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കാലുകൾ ചലിക്കുന്നത് കൊണ്ടോ, കൈകൾ പ്രവർത്തിക്കുന്നത് കൊണ്ടോ ആത്മീകമായി നമുക്ക് ജീവനുണ്ട് എന്നതിന് യാതൊരു തെളിവുമില്ല. ജീവൻ എന്നത് ആത്മീകമായ അർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ അർത്ഥം, നാം ഈ ലോകത്തിൽ വസിക്കുന്നത് കൊണ്ട് ദൈവം നമ്മെപ്പറ്റി നിശ്ചയിച്ചിരിക്കുന്ന, ഉദ്ദേശിച്ചിരിക്കുന്ന ചില സ്വാധീനങ്ങൾ, ഇമ്പാക്റ്റ്, ഇൻഫ്ലുവൻസ്, ചില സംഭാവനകൾ, ചില കോൺട്രിബ്യൂഷൻസ് നമ്മളിൽ കൂടെ ഉണ്ടാകണം. To live is to have an impact. മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുവോ
അതിൻ്റെ നല്ല ഫലം, അതിൻ്റെ ഇമ്പാക്റ്റ്, അതിൻ്റെ സ്വാധീനം ചുറ്റുമുള്ളവർ ഈ ലോകം തന്നെ അനുഭവിച്ചിരിക്കണം. ഇത് ഏറ്റവും ശ്രദ്ധേയമായൊരു ഒരു ആശയമാണ്. ഇത് കുറച്ചുകൂടെ വ്യക്തമായി നമ്മുടെ മനസ്സിൽ പതിക്കുന്നതിന് വേണ്ടിയാണ് വെളിപ്പാട് പുസ്തകത്തിൽ സർദീസിലെ സഭയ്ക്കും ലൗദോക്കിയയിലെ സഭയ്ക്കും ദൂത് കൊടുക്കുമ്പോൾ സർദീസിലെ സഭയോടുള്ള ദൂത് എന്താണ്? നിനക്ക് ജീവനുണ്ട് എന്ന പേരുണ്ടെങ്കിലും നീ മരിച്ചവനാണ്. പുറമേ നിന്ന് നോക്കിയാൽ ജീവനുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ ഓടുന്നുണ്ട്, നടക്കുന്നുണ്ട്, ആഹാരം കഴിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ യാതൊരു സ്വാധീനവും, ആത്മീകമായ യാതൊരു സ്വാധീനവുമില്ല. നീ മരിച്ചവനെ പോലെ. ഒരു ശവം രണ്ട് കാലിൽ എഴുന്നേറ്റ് നടന്നാൽ എങ്ങനെയാണ്? അതാണ് നിൻ്റെ അവസ്ഥ. ഇത് ഞാൻ പറയുന്നതല്ല, ദൈവത്തിൻ്റെ ദൂതൻ, ദൈവത്തിൻ്റെ ആത്മാവ് സഭകളെ അറിയിക്കുന്നതാണ്. ഈ അവസ്ഥയിലല്ലേ നമ്മുടെ സഭകൾ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്? ആണോ അല്ലയോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതുപോലെ തന്നെ ലൗദോക്യ സഭയോടും പറയുന്നത് എന്താണ്? നീ ശീതവാനുമല്ല, ഉഷ്ണവാനുമല്ല. നീ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ആർക്കും അറിയേണ്ട ആവശ്യവുമില്ല. നിന്നെക്കൊണ്ട് യാതൊരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല, ഒരു നന്മയും ഉണ്ടാകുന്നില്ല. നീ അവിടെ ഉണ്ട്, ഒരു കല്ല് പെറുക്കി വെച്ചതുപോലെ നീ അവിടെ ഉണ്ട്. അല്ലാതെ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്താൻ നിന്നെക്കൊണ്ട് ആകണമെന്ന് നിനക്ക് താല്പര്യമുണ്ടോ? അത് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുമുണ്ടോ? യേശു പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കടുകുമണിയോളവും വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ മാറുമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നിൻ്റെ ഉള്ളിൽ വിശ്വാസമുണ്ടെങ്കിൽ നീ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഒരു നല്ല അർത്ഥവത്തായ വ്യത്യാസം വരുത്തുവാൻ നിനക്ക് സാധിക്കും. ഇപ്പം നീ സഭയോടുള്ള ബന്ധത്തിൽ അഭിമാനിക്കുന്നു, നീ ജീവിക്കുന്നവനാണ് എങ്കിൽ, നിൻ്റെ ഉള്ളിൽ ജീവനുണ്ടെങ്കിൽ, നീ ആ സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ആ സഭയുടെ ആത്മീയമായ അവസ്ഥ മെച്ചപ്പെടണം. അല്ലെങ്കിൽ നീ ഞായറാഴ്ച തോറും രണ്ട് കാലയിൽ അവിടെ നടന്നു പോകുന്ന ശവമാണ് എന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ. നമുക്കറിയാം ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 60-ാം വാക്യം. ഒരുത്തനെ യേശു പറഞ്ഞു, നീ എന്നെ അനുഗമിക്കാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ. കാരണം നിൻ്റെ ജീവിതം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന ആ ഒരു സ്വാധീനം നീ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണമെന്ന് യാതൊരു താല്പര്യമുള്ളവനല്ല. വല്ല ദിവസങ്ങൾ കഴിക്കണം, പിന്നെ ഏതെങ്കിലും ഒരു സമയത്ത് കുഴി വീഴണം, അപ്രത്യക്ഷമാകണമെന്നല്ലാതെ യാതൊരു വിധത്തിലുള്ള ലക്ഷ്യബോധവുമില്ലാതെയാണ് നീ ജീവിക്കുന്നത്. ഇത് മരിച്ച അവസ്ഥയാണ്, മൃതപ്രായനായ മനുഷ്യൻ എന്ന് നാം പറയത്തില്ല. അപ്പോൾ അതാണ് നമ്മുടെ അവസ്ഥ. ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ടു ലിവ് ഈസ് ടു ഹാവ് എ ബെനിഫിഷ്യൽ ഇമ്പാക്റ്റ്. അത് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഇതിനേക്കാളൊക്കെ മനോഹരമായിട്ട് എങ്ങനെയാണ് ഈ ആശയം അവതരിപ്പിക്കാൻ ഒരു ഈ ലോകത്തിൽ സാധിക്കാമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വളരെ വ്യക്തമാണ്. നാം യഥാർത്ഥത്തിൽ ജീവനുള്ളവരാണ് എങ്കിൽ അതുകൊണ്ട് നിശ്ചയമായും അതിൻ്റേതായ ഗുണഫലം മറ്റുള്ളവർക്ക് അനുഭവവേദ്യമായി തീരും എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് നമുക്കിന്ന് നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഞാൻ ഇപ്പോൾ ജീവിക്കുന്നുവോ അല്ല ചലിക്കുന്ന ഒരു ശവമാണോ? ഇത് ചോദിക്കാത്തവരാണ് ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ചോദിക്കുന്നത്, ഞാൻ നിത്യജീവൻ പ്രവേശിക്കുമോ ഇല്ലയോ? ഈ ലോകത്ത് ജീവിക്കുവാൻ കൂട്ടാക്കാത്തവർ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ജീവിക്കുക എന്നാൽ എന്നതിൻ്റെ അർത്ഥമെന്നത് ഒരിക്കൽ പോലും ഒന്ന് ചിന്തിക്കുവാൻ ധൈര്യം കാണിക്കാത്തവർ പരലോകത്തിൽ നിത്യജീവൻ പ്രാപിപ്പാനായിട്ട് ഇങ്ങനെ കാത്തുകെട്ടി ക്യൂ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ചിരിക്കല്ലാതെ എന്താണ് ചെയ്യേണ്ടത്? ഇനിയും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു ആശയം ഞാൻ അവതരിപ്പിക്കാം. നിങ്ങൾ അല്പം ഒന്ന് സഹിഷ്ണുതയോടെ ഇതിൽ പങ്കെടുക്കണം. ഞാൻ ഒരു നിമിഷത്തേക്ക് മാത്രം ഫിലോസഫിയിലേക്ക് നിങ്ങളെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഫിലോസഫി, ഇമ്മാനുവൽ കാന്തിൻ്റെ ഐഡിയാസ് ഫോർ എ യൂണിവേഴ്സൽ ഹിസ്റ്ററി വിത്ത് എ കോസ്മോപൊളിറ്റൻ ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞൊരു ചെറിയ പുസ്തകമുണ്ട്. ഐഡിയാസ് ഫോർ എ യൂണിവേഴ്സൽ ഹിസ്റ്ററി വിത്ത് എ കോസ്മോപൊളിറ്റൻ ഇൻറ്റൻറ്റ്.
അതിനകത്തെ മൂന്നാമത്തെ ഐഡിയ ഞാനൊന്ന് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം ഇതിനോട് വളരെ 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 അടുത്ത് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഞാൻ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തി നിങ്ങളെ ബുദ്ധിമുട്ടിക്കാറില്ല, ഭാരപ്പെടുത്താറില്ല. മനഃപൂർവ്വം ഞാൻ ഇങ്ങനെയുള്ള റെഫറൻസസ് ഒഴിവാക്കുന്ന വ്യക്തിയാണെന്ന് നിങ്ങൾക്കറിയാം. ആരെയും ഭാരപ്പെടുത്താൻ താല്പര്യമില്ല. എന്നാൽ ചില കാര്യങ്ങൾ വളരെ വളരെ അനിവാര്യമാണ് എന്നത് എന്നെ ഹേമിക്കുന്നത് കൊണ്ട് വല്ലപ്പോഴുമൊക്കെ നിങ്ങളെനിക്ക് അനുവദിക്കുന്ന ദുസ്വാതന്ത്ര്യം ഉപയോഗിച്ച് ചില പരാമർശങ്ങൾ നടത്തുവാൻ ഞാൻ ധൈര്യം കാണിക്കുകയാണ്. ഈ ഇമ്മാനുവൽ കാന്തിൻ്റെ ഐഡിയാസ് ഫോർ എ യൂണിവേഴ്സൽ ഹിസ്റ്ററി വിത്ത് എ കോസ്മോപൊളിറ്റൻ ഇൻറ്റൻറ്റ് എന്ന പുസ്തകത്തിൻ്റെ മൂന്നാമത്തെ തത്വം ഞാൻ ആദ്യം ഇംഗ്ലീഷിൽ വായിച്ചിട്ട് എൻ്റെ മലയാളം. നേച്ചർ ഹാസ് വിൽഡ് that a man should by himself produce everything that goes beyond the mechanical ordering of his animal existence, and that he should partake of no other happiness or perfection than that which he himself, independently of instinct, has created by his own reason. ഇമ്മാനുവൽ കാന്തിൻ്റെ സ്റ്റൈൽ ഇങ്ങനെയാണ്. പലരും എൻ്റെ ഭാഷ ആളുകളെ ശല്യം ചെയ്യുന്നു, മലയാളമല്ല ഇംഗ്ലീഷ് എന്ന് പരാതിപ്പെടാറുണ്ട്. പക്ഷേ അത് ഇമ്മാനുവൽ കാന്തിനെയോ അല്ലെ അങ്ങനെയുള്ള എഴുത്തുകാരെ വായിക്കാത്തത് കൊണ്ടാണ് എന്നത് ഞാൻ ഈ സമയത്തങ്ങ് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇദ്ദേഹം എന്താണ് പറയുന്നത്? ഇദ്ദേഹം പറയുന്നത് ആദ്യത്തെ തത്വം, എല്ലാ മനുഷ്യരിലും ചില ഗുണങ്ങൾ സൃഷ്ടികർത്താവ് സ്ഥാപിക്കുന്നുണ്ട്. ആ ഗുണങ്ങൾ അതിൻ്റെ പൂർണ്ണതയെ വളർത്തിയെടുക്കാനുള്ള ചുമതല എല്ലാവർക്കുമുണ്ട്. ആ തത്വം പറഞ്ഞിട്ടാണ് ഇങ്ങനെ മുൻപോട്ട്. എന്നാൽ അത് സ്വാഭാവികമായ മനുഷ്യരായി ജനിച്ചതുകൊണ്ട് എല്ലാവരും പ്രാപിക്കേണ്ട ഗുണങ്ങൾ പേറിക്കൊണ്ടാണ് എല്ലാ വ്യക്തികളും ലോകത്തിലേക്ക് വരുന്നത്. എന്നാൽ അതിനപ്പുറത്ത് ചില ഗുണങ്ങളുണ്ട്. അതിന് അദ്ദേഹം പറയുന്നത് യുക്തിപരമായി ജീവിക്കാൻ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മീയമായി ജീവിക്കുവാൻ ആവശ്യമായ പ്രമാണങ്ങളെ ഓരോ വ്യക്തിയും അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് മനസ്സിലാക്കുകയും അതിനെ ഉള്ളിൽ വികസിപ്പിച്ചെടുക്കുകയും ചെയ്താൽ മാത്രമേ, അങ്ങനെ വികസിപ്പിച്ചെടുക്കുന്ന മർമ്മങ്ങളെ മാത്രമേ ആ വ്യക്തിക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധ്യമാകുകയുള്ളൂ. മറ്റാരിൽ നിന്നെങ്കിലും കടമെടുത്ത് ഇതിൻ്റെ പ്രയോജനം പ്രാപിക്കാൻ സാധ്യമല്ല. അതായത് ഇപ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ ആഹാരം കഴിക്കണം, അതെല്ലാവർക്കുമുള്ള കഴിവാണ്. ഒരു കാലം കഴിയുമ്പോൾ എഴുന്നേറ്റ് നടക്കണം, എല്ലാവർക്കുമുള്ള കഴിവാണ്. കൈ ഉപയോഗിക്കാൻ ഇത്, അല്ലെങ്കിൽ വായിച്ചാൽ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ആഹാരം കഴിച്ചാൽ ദഹിക്കാൻ, ഇതുള്ള കഴിവ് എല്ലാവർക്കുമുണ്ട്. അത് പ്രത്യേകിച്ചാരും വളർത്തിയെടുക്കേണ്ട കാര്യമല്ല. എന്നാൽ ഇതിനപ്പുറത്ത് ചില കഴിവുകളുണ്ട്. എന്താണ്? നേച്ചർ ഹാസ് വിൽ ദാറ്റ് മാൻ ഷുഡ് ബൈ ഹിംസെൽഫ് പ്രൊഡ്യൂസ് എവറിതിങ് ദാറ്റ് ഗോസ് ബിയോണ്ട് ദ മെക്കാനിക്കൽ ഓർഡറിങ് ഓഫ് അവർ ആനിമൽ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങളോട് സമമായ നമ്മുടെ ജീവിതം, ആഹാരം കഴിക്കുന്നു, ഉറങ്ങുന്നു, വിശ്രമിക്കുന്നു, കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിന് അതീതമായിട്ടുള്ള ഓരോ കഴിവുകളും വ്യക്തികൾ അവരുടെ ശ്രമം കൊണ്ട് വികസിപ്പിച്ചെടുക്കേണ്ടതാണ്. അങ്ങനെ സ്വന്തം ശ്രമത്തിൽ വികസിപ്പിച്ചെടുക്കാത്ത ഒരു കഴിവിൻ്റെയും പ്രയോജനം പ്രാപിപ്പാൻ ആർക്കും അവകാശമില്ല. വ്യക്തമായി മനസ്സിലാക്കി. ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ ഉദ്ധരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞു ടു ലിവ് ഈസ് ടു ഹാവ് ആൻ ഇമ്പാക്റ്റ്. ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സാഹചര്യങ്ങളെ ഒരു പ്രത്യേകമായ നന്മയേറിയ വിധത്തിൽ സ്വാധീനിക്കുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ സ്വാധീനിക്കണമെങ്കിൽ ഈ വളർച്ച ആവശ്യമാണ്. ഇമ്മാനുവൽ കാന്ത് ഇങ്ങനെ വ്യക്തമായി ചിത്രീകരിച്ചിരിക്കുന്ന ഇതുപോലെ ഈ ഒരാശയം മറ്റൊരു പുസ്തകത്തിലും പ്രതിപാദിച്ചതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതുകൊണ്ടാണ് ഇമ്മാനുവൽ കാന്തിൻ്റെ തന്നെ ഈ വാചകം ഞാൻ വായിച്ച് കേൾപ്പിക്കും. ഇത് യേശുവിൻ്റേതായ വിധത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ഉപമയുണ്ട്. അത് 10 കന്യകമാരുടെ ഉപമയാണ്. അത് മനോഹരമാണ്. 5 കന്യകമാരുടെ കയ്യിൽ വിളക്കുണ്ട്, അതിൽ എണ്ണയില്ലായിരുന്നു. 5 കന്യകമാരുടെ കയ്യിൽ വിളക്കുണ്ട്, അതിൽ എണ്ണയുണ്ടായിരുന്നു. 10 പേരുടെ കയ്യിലും വിളക്കുണ്ട്. അത് സ്വാഭാവികം, എല്ലാവരുടെ കയ്യിലും വിളക്കുണ്ട്. പക്ഷേ ഇതിനകത്ത് എണ്ണയുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഓരോ വ്യക്തികളുമാണ്.
അവസാനം സാഹചര്യം വന്നപ്പോൾ, അവസരം വന്നപ്പോൾ വിളക്കിൽ എണ്ണയില്ലാത്ത ആളുകൾ ഇപ്പോൾ ആരുടെ എന്തെങ്കിലും കടം വാങ്ങിക്കാൻ നോക്കി, പക്ഷേ അവർക്ക് പറ്റിയില്ല. മറ്റാരുടെ കയ്യിൽ നിന്നും കടം വാങ്ങിക്കാൻ ഒക്കാത്ത കാര്യമാണ്. നിങ്ങളുടേതായ ശ്രമത്തിൽ വളർത്തിയെടുക്കേണ്ട പ്രത്യേകമായ വ്യക്തിത്വത്തിൻ്റെ ഗുണങ്ങൾ അത് പ്രയോഗിച്ച് അതിൻ്റെ നന്മ, ദൈവത്തോടുള്ള കടപ്പാട് എന്ന വിധത്തിൽ ലോകത്തിന് സംഭാവന ചെയ്യുന്നതാണ് നിത്യമായ നിങ്ങളുടെ നിക്ഷേപം. അതിന് കൂട്ടാക്കാത്തവർ അന്ത്യനിമിഷത്തിൽ അവിടെയും ഇവിടെയും പിച്ചതണ്ടി നടന്നിട്ട് കാര്യമല്ല. ഇത് കടം വാങ്ങിക്കാവുന്നതോ ഭിക്ഷയായിട്ട് പ്രാപിക്കാവുന്നതോ അല്ല എന്ന് യേശു പറയുന്നതും അതിനെ ആസ്പദമാക്കിയാണ് വാസ്തവത്തിൽ ഇമ്മാനുവൽ കാന്ത് അത് മനസ്സിലാക്കിയതെന്ന് എനിക്കറിയാം. പക്ഷേ ഇമ്മാനുവൽ കാന്ത് അത് വെളിപ്പെടുത്തുന്നില്ല എന്നതാണ്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയണമെങ്കിൽ, നമുക്ക് ജീവിക്കാൻ താല്പര്യമുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയനുസരിച്ച് ചില പ്രത്യേക ഗുണങ്ങൾ വളർത്തിയെടുക്കുവാൻ നാം കൂട്ടാക്കുന്നുണ്ടോ? അങ്ങനെ വളർത്തിയെടുക്കുന്നതിനെപ്പറ്റി നമുക്ക് ആവേശമുണ്ടോ? മറ്റെല്ലാറ്റിനെയും അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഇതിൽ കേന്ദ്രീകരിച്ച് ആവേശത്തോടുകൂടെ സർവ്വശക്തിയും ഉപയോഗിച്ച് സർവ്വപ്രാധാന്യവും കൽപ്പിച്ച് നാം ഇതിനു വേണ്ടി ഈ ദിശയിലേക്ക് പ്രയാണം ചെയ്യുന്നുണ്ടോ? അതാണ് ജീവിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം. ആ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്ര പേർ ജീവിക്കുന്നുണ്ട് എന്നത് നാം നമ്മോട് ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഇപ്പോൾ തന്നെ 21 മിനിറ്റ് ആയി കഴിഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ മുമ്പോട്ട് പോകട്ടെ. ഇനിയും ഇതാണ് ആദ്യത്തെ. ഞാൻ പറഞ്ഞ യേശു 3 ഘട്ടത്തിലാണ് ഇത് പരിഗണിക്കുന്നത്. ആദ്യത്തെ ജീവൻ, രണ്ടാമത്തേത് സമൃദ്ധമായ ജീവൻ, മൂന്നാമത്തേത് നിത്യജീവൻ. ഇതിൽ നമ്മൾ ഇതുവരെ ജീവൻ മാത്രമേ പരിഗണിച്ചുള്ളൂ. എൻ്റെ സമൃദ്ധമായ ജീവൻ. ഈ സമൃദ്ധമായ ജീവൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നാം നമുക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ അതൊരിക്കലും സമൃദ്ധമായ ജീവനാകുകയില്ല. നാം എന്ന പരിഗണന, സ്വയം എന്ന പരിഗണനയ്ക്ക് അപ്പുറത്തേക്ക് നമ്മളിൽ നിന്ന് പ്രവഹിക്കുന്ന നന്മയുടെ പ്രവാഹമാണ് ഈ സമൃദ്ധമായ ജീവൻ. സമൃദ്ധി എന്ന് പറഞ്ഞാൽ കരകവിഞ്ഞൊഴുകുക എന്നാണ്. ഇപ്പം ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ അതിൽ സമൃദ്ധിയില്ല എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട. അപ്പം നിങ്ങൾക്ക് സമൃദ്ധമായ ജീവനുണ്ടോ ഇല്ലയോ എന്നറിയണമെങ്കിൽ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി സ്വന്തം കാര്യം ചിന്താവെന്ന് പറഞ്ഞ് നടക്കുന്നതിന് പകരം ഞാൻ മുഖാന്തരം അന്യർക്കെന്ത് അനുഗ്രഹം പ്രാപിക്കാനിടയാകുന്നു, അന്യരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മയുടെ വെളിച്ചം അല്പം പ്രകാശിപ്പിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ, മറ്റൊരു വ്യക്തിയുടെ അവസ്ഥയിൽ അതിൽ മറഞ്ഞു കിടക്കുന്ന മേന്മ, ആ വ്യക്തിക്ക് പോലും അറിയാൻ വയ്യാത്ത മേന്മ, അതിനെപ്പറ്റി ബോധ്യമുണ്ടാക്കി അത് വളർത്തിയെടുക്കാൻ എന്തെങ്കിലും ഒരു ചെറിയ കൈത്താങ്ങ് നൽകുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ, ഞാൻ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുവാൻ തക്ക വിധത്തിലുള്ള ബന്ധമാണോ ഞാൻ സ്ഥാപിക്കുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു ശമര്യക്കാരുടെ സ്ത്രീയുമായുള്ള സംവാദത്തിൽ സമൃദ്ധമായ ജീവൻ എന്താണെന്ന് അവിടെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. അവളുടെ ഉള്ളിൽ ഇപ്പോൾ വിറങ്ങലിച്ച് നിൽക്കുന്ന ജീവൻ അതിനെ ഉണർത്തി അവൾക്കൊരു പുതിയ ജീവിത ദർശനം നൽകുന്ന അവസ്ഥയിലാണ് യേശുവിൽ ആ സമൃദ്ധമായ ജീവനുണ്ട് എന്ന് നമുക്ക് ആധികാരികമായി പറയുവാനും വിശ്വസിക്കുവാനും സാധിക്കുന്നത്. ആ ഒരു കരകവിഞ്ഞുള്ള ഒഴുക്കില്ലേ, അത് നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതം ഒരു വലിയ ആഘോഷമായി തീരും. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു ആ സ്ത്രീയോട് പറയുന്നത്, ഞാൻ ജീവൻ്റെ ജലമാണ്. ഐ ആം ദ ലിവിങ് വാട്ടേഴ്സ്. ഒഴുകുക എന്നതാണ് ജീവജലം. ഒഴുകുക, അന്യരിലേക്ക് ഒഴുകുക, ആ അവസ്ഥയാണ്. അങ്ങനെ വിശ്വാസമുള്ളവൻ്റെ ജീവിതത്തിൽ നിന്ന് ജീവൻ്റെ നദി ഒഴുകും എന്ന് യേശു പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള ഒരു ജർമ്മൻ ഫിലോസഫർ ഉണ്ടല്ലോ, ജോഹാൻ ഗോട്ട്ലെ ഫിഷ്ത്, FICHTE. അദ്ദേഹത്തിൻ്റെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കൃതിയാണ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പ്രസൻറ്റ് ഏജ്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അത് തികച്ചും യേശുവിൻ്റെ ആശയമാണ്, പക്ഷേ അത് ഫിലോസഫിയുടെ ഭാഷയിൽ പറയുന്നു എന്ന് മാത്രം. അദ്ദേഹം പറയുന്നത് സെൽഫ്, നമ്മുടെ സ്വയം, അത് അർത്ഥവത്താകണമെങ്കിൽ മാനവരാശിക്ക് വേണ്ടി മുഴുവനും ജീവിക്കണം. ദ സെൽഫ് ഈസ് നോട്ട് മെൻറ്റ് ടു എക്സിസ്റ്റ് ഫോർ ഇറ്റ് സെൽഫ് ബട്ട് ഫോർ ദ സേക്ക് ഓഫ് ദ ഹ്യൂമൻ റേസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ വളരെ വളരെ കൃത്യമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യം,
മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുപടിയായി കൊടുപ്പാനും മാനവരാശിക്ക് മുഴുവനും തൻ്റെ ജീവിതം ഒരു അനുഗ്രഹമായി സമർപ്പിപ്പാനാണ്. അതാണ് സക്രമെന്ന് പറയുന്നത്. അത് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിലുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എന്നിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അത് സ്വയത്തെ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനും ആശ്വാസത്തിനും വിടുതലിനും വേണ്ടി സമർപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ, അതാണ് ഈ സമൃദ്ധമായ ജീവൻ എന്നതിന് വല്ല സംശയം. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ആരെങ്കിലും അവനെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ സ്വയം ത്യജിച്ച്. കാരണം ഈ സ്വയത്തെ മാത്രം ആശ്രയിച്ചാണ്, അതിൻ്റെ താല്പര്യങ്ങൾക്ക് മാത്രം വില കൽപ്പിച്ചിട്ടാണ് ബഹുഭൂരിപക്ഷം ആളുകളും കഴിയുന്നത്. ക്രിസ്ത്യാനിയുടെ അവസ്ഥ അത് മാത്രമാണ്. നാം പള്ളിയിൽ പോകുന്നത് നമുക്കെന്തെങ്കിലും കിട്ടാനാണ്. പിന്നെ പ്രസവം, വിവാഹം, മാമോദീസ, ശവം, ഇതിനപ്പുറത്ത് നമുക്ക് യാതൊരു ദർശനവുമില്ല. ലോകത്തിന് നമ്മെക്കൊണ്ട് എന്തെങ്കിലും ആത്മീയമായ അനുഗ്രഹം വരണമെന്ന് താല്പര്യമുള്ള എത്ര പേരുണ്ട്? പക്ഷേ നന്മ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രയാസമുണ്ടാകും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നന്മ ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, എനിക്ക് വേണ്ടി കഷ്ടം സഹിക്കുന്നവൻ ഭാഗ്യവാൻ. ഭാഗ്യവചനങ്ങൾ ഇതൊക്കെ അറിയാമെങ്കിലും ഈ ദിശയിലേക്ക് ഒന്ന് കണ്ണ് തുറക്കാൻ പോലും നമുക്ക് ഭയമാണ്, അല്ലെങ്കിൽ മടിയാണ്. അപ്പോൾ സമൃദ്ധമായ ജീവൻ എന്താണ് എന്നതിനെപ്പറ്റി ഒരു ചെറിയ ബോധ്യം നമുക്കുണ്ടായി എന്ന് ഞാനത് കരുതുകയാണ്. അപ്പോൾ ഇത് യേശു അവതരിപ്പിക്കുന്നത്, നിങ്ങൾ യഥാർത്ഥത്തിൽ ആത്മാവിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ അധിക ഫലം കായ്ക്കും. നമുക്കറിയാം, പ്രകൃതിയിൽ ഒരു വൃക്ഷം പോലും അതിന് ഭക്ഷിക്കാനായിട്ട് ഫലം പുറപ്പെടുവിക്കുന്നില്ല. പ്രകൃതിയിൽ വൃക്ഷങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നത് അന്യരുടെ അനുഗ്രഹമായിട്ടാണ്. ഒരു ചെടി പൂക്കുന്നത് അന്യർക്ക് സന്തോഷമുണ്ടാകുന്നതിന് വേണ്ടിയാണ്. ആ ദർശനം വെച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ എന്നിലായാൽ ഞാൻ നിങ്ങളിലായാൽ നിങ്ങൾ അധിക ഫലം കായ്ക്കും. അപ്പോൾ ഇത് സമൃദ്ധമായ ജീവൻ. നമ്മൾ ആദ്യം ജീവൻ എന്താണെന്ന് മനസ്സിലാക്കി, സമൃദ്ധമായ ജീവൻ. ഇനിയും അവസാനമായിട്ടാണ് യേശു പറയുന്നത് നിത്യജീവൻ. അത് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ കൂടെ വളരെ വ്യക്തമാണ്. യേശു ആ ഒരു സാധ്യതയിൽ വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ ആധാരം താൻ തന്നെയാണ് എന്ന് പറയുന്നു. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, സ്വയത്തിൻ്റെ താല്പര്യത്തെ അതിജീവിച്ച് നാം എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനു മാത്രമേ ഈ വരുന്ന കാലം, അല്ലെങ്കിൽ വരുന്ന ലോകം, നിത്യജീവൻ്റെ ആ തട്ടത്തിൽ നിലനിൽക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ, ഞാൻ എന്നുള്ളത്, സെൽഫ് എന്നുള്ളത് നശ്വരമായ ഒരു ആശയമാണ്. അതിനുവേണ്ടി മാത്രം ജീവിച്ചാൽ നശിച്ചു പോകുന്നതിനെ മാത്രമേ ഞാൻ നിർവഹിക്കുന്നുള്ളൂ. നിത്യതയ്ക്ക് വേണ്ടി ഞാൻ യാതൊരു സംഭാവനയും ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാണ് അവിടെ ചെന്ന് ഞാൻ ഓവർ ഡ്രാഫ്റ്റ് എടുക്കുന്നത് എന്ന് ദയവായി ചിന്തിക്കുക. അതുകൊണ്ട് ഓൺലി ദാറ്റ് which exceeds the interests of the self will survive into eternal life. അങ്ങനെ ജീവിക്കാത്തവരാണ് വാർദ്ധക്യത്തിലായി വരുമ്പോൾ ചിന്താക്കുഴപ്പത്തിലാണ്, അയ്യോ ഞാൻ ഇതുവരെ എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചു, നശ്വരമായ ഈ ലോകത്തിലെ എൻ്റെ ഈ ചെറിയ ചെറിയ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിച്ചു, നിത്യതയ്ക്ക് വേണ്ടി ഞാനൊന്നും കരുതിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുമോ, പോയാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും, അവിടെയും പോയി തെണ്ടേണ്ടി വരുമോ എന്ന അങ്കലാപ്പിലാണ് ആളുകൾ എന്നത് നാം തിരിച്ചറിയാൻ, ആ അവസ്ഥയിൽ നാം ആയിത്തീരാതെ ഇരിക്കേണ്ടതിന് വേണ്ടി അതിനെപ്പറ്റി ബോധ്യമുണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന് ഈ സമയത്ത് ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമുക്കറിയാം, യേശു ഉയർത്തെഴുന്നേറ്റു. അതിൻ്റെ ആധാരത്തിൽ എല്ലാ ക്രിസ്ത്യാനികളും ഉടലോടെ സ്വർഗ്ഗത്തിൽ പോകുമെന്നൊക്കെ പഠിപ്പിക്കുന്ന മണ്ടത്തരം, യാതൊരു വിധത്തിലുള്ള സത്യവും തൊട്ട് തീണ്ടാത്ത വിധത്തിൽ ജൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദയവായി ഒരു കാര്യം മനസ്സിലാക്കുക, യേശു ഉയർത്തെഴുന്നേറ്റു. പക്ഷേ യേശു ഉയർത്തെഴുന്നേറ്റത് അവൻ്റെ സ്വയത്തിൻ്റെ ശരീരമല്ല, അവൻ്റെ ആത്മീയ ശരീരമാണ്. ആത്മീയ ശരീരം എന്ന് പറഞ്ഞാൽ വ്യക്തിത്വം എന്നാണ് അർത്ഥം, പേഴ്സണാലിറ്റി. വാട്ട് റിസറക്റ്റഡ് വാസ് നോട്ട് ദ ഫിസിക്കൽ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ബട്ട് ഹിസ് പേഴ്സണാലിറ്റി. അതിന് മരണമില്ല, ആ ഒരു വ്യക്തിത്വത്തിന് മരണമില്ല. മരണമില്ലാത്ത വ്യക്തിത്വം പ്രാപിപ്പാൻ നമുക്ക് ഏവർക്കും ആവശ്യമുണ്ട്, കടമയുണ്ട് എന്നതാണ് യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ ഹൃദയത്തുടിപ്പ്.
പക്ഷെ അത് ആരറിയുന്നു, അതിനുവേണ്ടി ആര് പ്രവർത്തിക്കുന്നു എന്ന ചോദ്യം നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നാം വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വലിയ വലിയ അങ്കലാപ്പ് നമ്മെ നന്നേ അലട്ടുന്നത്. കാരണം നാം ഇത് അറിഞ്ഞ് ജീവിച്ചിട്ടേയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചിട്ടില്ല, വളരെ സങ്കുചിതമായി മാത്രം ചിന്തിക്കുകയും സ്വാർത്ഥതയുടെ ഈ കാരാഗ്രഹത്തിൽ, ഇരുണ്ട കാരാഗ്രഹത്തിൽ കഴിയുകയും അതിൻ്റെ ചില താല്പര്യങ്ങൾക്ക് മരീചികയുടെ പുറകെ ഓടുന്നത് പോലെ ഈ ആയുസ് മുഴുവനും ഓടി നശിപ്പിക്കുകയും ചെയ്ത ശേഷം അവസാനം രാത്രിയാറാകുമ്പോൾ അയ്യോ എനിക്ക് പാർക്കാൻ ബംഗ്ലാവ് കിട്ടുമോ, അവിടെ പോയി എത്ര മുറി കിട്ടും, അല്ലെങ്കിൽ എത്ര വജ്രം പതിച്ച കിരീടം കിട്ടും എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ വലിയ ഭോഷത്വം നമുക്ക് ചിന്തിക്കാൻ വയ്യ എന്ന സമയത്ത് ഞാൻ പറയുകയാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു അവസ്ഥ, അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതത്തെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തി അതിൽ കൂടെ നിത്യത പ്രാപിപ്പാനുള്ള നമ്മുടെ സാധ്യത, അത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ജീവൻ, സമൃദ്ധമായ ജീവൻ, അതിനുശേഷം മാത്രമാണ് നിത്യജീവൻ. ജീവനും സമൃദ്ധമായ ജീവനും ഈ 2 പരീക്ഷ പാസ്സാകാത്തവർക്ക് ഈ മൂന്നാമത്തെ സ്ഥലത്തോട്ട് തട്ടിലേക്ക് കയറ്റം കിട്ടുകയില്ല എന്നതാണ് ഈ ഉള്ളവൻ, ഈ ഏഴയായ മനുഷ്യൻ മനസ്സിലാക്കുന്നത്. അതിന് പകരമായിട്ട് പല പൊട്ടത്തരങ്ങളും നമ്മുടെ പുരോഹിതവർഗം നമുക്ക് നൽകുന്നുണ്ട്. അതായത് നിങ്ങൾ ഏത് മൊണ്ണയായിക്കൊള്ളട്ടെ, നിൻ്റെ അവസ്ഥ എത്ര പരിതാപകരമായിക്കൊള്ളട്ടെ, നീ എത്ര സ്വാർത്ഥതയിൽ ജീവിച്ചോട്ടെ, ഇതൊന്നും പ്രശ്നമല്ല. ഞങ്ങൾ കാണിക്കുന്ന കലാപരിപാടിയിൽ നിങ്ങൾ പങ്കെടുക്കുകയും ഞങ്ങളെ സന്ധിപ്പാനുള്ള ചുമതല നിങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്താൽ, പിന്നെ ഞങ്ങൾ പറയുന്ന നുടുക്ക് വിദ്യകളുണ്ട്. അതിലൊന്നാണ് പണ്ട് പോപ്പ് നൽകിക്കൊണ്ടിരുന്ന എഴുത്ത്. ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനായിട്ട് പോപ്പിൻ്റെ എഴുത്തുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ പർഗേറ്ററിയിൽ നിന്ന് ഉടനെ വിമോചനം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് അത് കേട്ട് കോടിക്കണക്കിന് രൂപ കൊടുത്ത് പോപ്പിൻ്റെ കടലാസം കൊണ്ട് പോയവരെ അവിടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഈ പുരോഹിതവർഗം എക്കാലത്തും ചെയ്യുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ അന്ധവിശ്വാസം സ്ഥാപിച്ച്, അന്ധവിശ്വാസം നല്ല വിപണിയുള്ള വിൽപ്പന ചരക്കായതുകൊണ്ട് അതിൽ മാത്രം ആളുകളെ കുരുക്കിയിട്ട് അവരെ പ്രയോജനപ്പെടുത്തുന്നതിനപ്പുറത്ത് യേശുവിന് ഉണ്ടായ ലക്ഷ്യബോധമോ ആത്മീയമായ ദൗത്യബോധമോ ഇല്ലാത്ത ഒരു കൂട്ടമാണിത് എന്നത് തിരിച്ചറിഞ്ഞിട്ട് ഓരോരുത്തരും അവരുടേതായ സാഹചര്യത്തിൽ നാം യേശുവിൻ്റെ പഠിപ്പീരുകളിൽ കൂടെ മനസ്സിലാക്കിയ ഈ 3 സ്റ്റേജിൽ കൂടെ, അല്ലെങ്കിൽ 2 സ്റ്റേജിൽ കൂടെ പ്രവേശിച്ചാൽ മാത്രമേ മൂന്നാമത്തെ അവസ്ഥയിൽ നമുക്കായിത്തീരുവാൻ ചെന്ന് പറ്റുവാൻ സാധ്യമാകുകയുള്ളൂ. ഞാനൊന്നുകൂടെ ഓർപ്പിക്കട്ടെ, ജീവൻ, ടു ലിവ് ഈസ് ടു ഹാവ് എൻ ഇമ്പാക്റ്റ്. ആ ഇമ്പാക്റ്റ് ഉണ്ടാകണമെങ്കിൽ നമ്മിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന നല്ല സാധ്യതകളെ അതിൻ്റെ പൂർണ്ണതയിൽ വളർത്തിയെടുക്കണം. അതിൻ്റെ സൂചകമാണ് താലന്തുകളുടെ ഉപമ. അങ്ങനെ വളർത്തിയെടുക്കുമ്പോൾ അതിൽ കൂടെ ജീവനിൽ നിന്ന് സമൃദ്ധമായ ജീവൻ എന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് ഈ ലോകത്തിൽ വെച്ച് തന്നെ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു. അസമൃദ്ധമായ ജീവൻ്റെ ആധികാരിക സ്വഭാവം മറ്റുള്ളവരുടെ അവസ്ഥയിലേക്ക്, നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ ഉള്ളിലെ നന്മ പ്രവഹിച്ചിട്ട് അവിടെ വലിയ ഒരു ഉദ്ധാരണത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നു. മൂന്നാമതായിട്ടാണ് ഇതിൻ്റെ 2ൻ്റെയും ആകെത്തുകയായി നമ്മുടെ മനസ്സിൽ വ്യക്തമായ ഒരു ഉറപ്പുണ്ടാകുന്നു, എനിക്ക് നിത്യജീവൻ്റെ അവകാശമുണ്ട്. അതല്ലാതെ മറ്റൊരു കുറുക്ക് വഴിയും ഈ ഒരു പ്രത്യാശയെപ്പറ്റി ഇല്ല, ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് കട്ടായം പ്രസ്താവിച്ചുകൊണ്ട് തൽക്കാലം വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.